മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ പ്രചരണാർത്ഥം രഥയാത്ര നടത്തും. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് രഥയാത്ര പുറപ്പെടുന്നത്. യാത്രയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധൂർ ക്ഷേത്ര പരിസരത്ത് യോഗം സംഘടിപ്പിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ പ്രചരണാർത്ഥം രഥയാത്ര നടത്തുന്നു. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് രഥയാത്ര പുറപ്പെടുന്നത്. മാനിലെ സ്വാമിജിയും തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ ഗൗരിബായി ലക്ഷ്മി തമ്പുരാട്ടിയും രഥയാത്രയ്ക്ക് തിരികൊളുത്തും. യാത്രയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധൂർ ക്ഷേത്ര പരിസരത്ത് യോഗം ചേർന്നു. മാനിലെ ശ്രീധാമ മഠാധിപതി രാമഹംസ മോഹൻദാസ് സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ಈ ರಥಯಾತ್ರೆಯನ್ನು ಕೂಡ ಆ ಭಗವಂತನ ಮೇಲೆ ಭಾರ ಹಾಕಿ ಒಳ್ಳೆ ಸುಖಾಂತ್ಯದಲ್ಲಿ ಅಲ್ಲಿ ಪ್ರಾರಂಭಿಸಿದಂಥ ರಥಯಾತ್ರೆ ರಥ ಮುಟ್ಟಿ ಇಲ್ಲಿ ಬಹುಶಃ ಬ್ರಹ್ಮಕಲಶದ ಕೊನೆಯ ತನಕ ರಥ ಇಲ್ಲಿಯೇ ಇರ್ತದೆ. ಆ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲಿಕ್ಕೆ ಯಾವುದೇ ಒಂದು ಅಭಿಪ್ರಾಯ ಭೇದವನ್ನು ಮಾಡದೆ ಇನ್ನು ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮ ಇದು ಅಂತಲ್ಲ, ಇನ್ನು ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಯಾವುದೇ ಅಭಿಪ್ರಾಯ ಭೇದ ಇಲ್ಲದೆ ಭಗವಂತ ನಮ್ಮನ್ನು ಹತ್ರ ಕೊಂಡೋಗ್ತಾ ಇದ್ದಾನೆ. ಅಭಿಪ್ರಾಯ ಭೇದಗಳು ಎಷ್ಟೋ ಬರ್ತದೆ, ಇಲ್ಲಿ ಬರೋದಿಲ್ಲ, ಎಲ್ಲ ಕಡೆ ಇದ್ದದ್ದು. ಆದರೆ ಭಗವಂತ ನಮ್ಮನ್ನು ಹತ್ರ ಕರ್ಕೊಂಡೋಗಿದ್ದಾಗಿದೆ, ನಮ್ಮ ಮುಟ್ಟಿಯಾಗಿದೆ. ഗംഗാജി തീർത്ഥസ്വാമികൾ ആശീർവചനം നടത്തി. ഗിരീഷ് സന്ധ്യ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രതന്ത്രി ദേരബയിൽ ശിവപ്രസാദ്, ബ്രഹ്മകലശ സമിതി പ്രസിഡന്റ് BS റാവു, വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് കാമത്ത്, ജനറൽ സെക്രട്ടറി ജയദേവ കണ്ടികെ, ഉടുപ്പി സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് T തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അനന്തരാമ സ്വാഗതവും മുരളീഗട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.